സ്നേഹമുള്ളവരെ, ഞാൻ ലൗലി ജോളി. ഞങ്ങൾ സെന്റ് മേരീസ് ചർച്ച് ബസവന്നാറിലെ മാതൃവേദിയുടെ ഓഫീസ് ബെയറേഴ്സ് ആണ്. ചേച്ചിമാരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഒരേ ഡ്രസ്സിലൊക്കെ വന്നേക്കണേ? അതെ സിസ്റ്ററെ, നമ്മളുടെ പള്ളി തുടങ്ങിയിട്ട് നവംബർ മാസം 10 വർഷം ആയി. അപ്പൊ ഞങ്ങൾ അതിനെപ്പറ്റി ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ. പഴയ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് കേൾക്കാവോ? തീർച്ചയായിട്ടും. അതെ സിസ്റ്ററെ, ഈ പള്ളി വരുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും വിവിധ ഇടവക അംഗങ്ങളായിരുന്നു. ഈ പള്ളി വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒരു കുടക്കീഴിൽ എന്നതുപോലെ ഈ പള്ളിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ മെയിനായിട്ട് പറയുവാനുള്ളത് നമ്മുടെ വികാരി അച്ഛനായ ഡോക്ടർ ഡേവിസ് പാണാടൻ അച്ഛൻ്റെ കഴിവും പ്രയത്നവും കൊണ്ടാണ് ഈ പള്ളി ഇത്രയും ദൂരം വളരാൻ കാരണം. അച്ഛൻ്റെ ഓരോ ഐഡിയകളും എല്ലാം ഭയങ്കര, അത് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ ആദ്യത്തെ വർഷം മുതലേ 10 വർഷത്തിനുള്ളിൽ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ വേറൊരു പള്ളിയിലും കാണാത്ത പോലെ. നമ്മുടെ അൾത്താരയിൽ ആണെങ്കിലും കഥ പറയുന്ന കല്ലുകൾ എന്ന് പറഞ്ഞ് നമ്മളുടെ എല്ലാവരുടെയും ഇടവകാംഗങ്ങളുടെ എല്ലാവരുടെയും പേര് എഴുതിയ കല്ല്, അത് ഞാൻ ഒരു പള്ളിയിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ എനിക്ക് വളരെ അതിശയമായ കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇത്രയും പുണ്യാളന്മാരുടെ തിരുശേഷിപ്പ് 180 തിരുശേഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വേറെ ഒരു പള്ളിയിലും ഞാൻ കാണാത്തൊരു സംഭവങ്ങളാണ്. അതുപോലെ മെഗാ കരോള്, ഇതെല്ലാം ഇടവകാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് എല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഈ പള്ളിയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം. നമുക്കൊരു പ്രശ്നം വന്നാലും ഇടവകാംഗങ്ങൾ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിവിധ തരത്തിലുള്ള അനുഭവങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. ചേച്ചിക്ക് പങ്കുവെക്കാനുള്ളത് പറയൂ സിസ്റ്ററെ. പിന്നെ ഇവിടെ ഈ പള്ളിയിൽ ഏറ്റവും മഹത്തായ ഒരു കാര്യമുള്ളത് നമ്മുടെ ഡേവിസ് അച്ഛൻ്റെ വിസ്മയങ്ങളിലൊന്നാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണം. അത് ഈ കോവിഡ് കാലത്ത് എല്ലാവർക്കും കുർബാന കാണാൻ വരാൻ പറ്റാതിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെയാണല്ലോ കോവിഡ് കാലത്ത് കുർബാനയ്ക്കൊക്കെ വരുന്നത്. ആ സമയത്താണ് നമുക്ക് ഇങ്ങനെ അച്ഛൻ എല്ലാം നമ്മുടെ ഇടവക അതിർത്തികളിലൂടെ ഇങ്ങനെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്താമെന്ന് പറയുകയും എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു. അതൊരു ദിവസം രാവിലെ ഒരു 7 o'clock തുടങ്ങി വൈകിട്ട് ഒരു 6 o'clock വരയ്ക്കും ഈ അതിർത്തികളിൽ കൂടെ എല്ലാം പ്രദക്ഷിണം പോയിക്കൊണ്ടിരുന്നു. അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു നമ്മുടെ ഇടവക ജനങ്ങൾക്ക്. ഒത്തിരി പേര് ഇങ്ങനെ ഭവനങ്ങൾ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രദക്ഷിണം പോയി അതിൽ കൂടെ പോയിട്ടുള്ള എല്ലാവർക്കും കുറേ അനുഗ്രഹങ്ങൾ കിട്ടി. അവർക്ക് വീട് വയ്ക്കാനും അവരുദ്ദേശിച്ച സ്ഥലത്ത് താമസിക്കാനും ഇടവകയിൽ പ്രാർത്ഥിക്കാനും ഒക്കെ അവർക്ക് അനുഗ്രഹങ്ങളും സംരക്ഷണവും ഒക്കെ കിട്ടി ഈ ദേവാലയത്തിൽ നിന്ന്. അങ്ങനെ എല്ലാവരും ഈ ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം എല്ലാവർക്കും ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തീരുകയും ചെയ്തു. കഴിഞ്ഞ കൊല്ലം ഞാനും അതിൽ സംബന്ധിച്ചായിരുന്നു. അതെ അല്ലേ സിസ്റ്ററെ? എനിക്കും ഇത്രയല്ല കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇനി ടെസി ബാബുവിനും ഉണ്ട് കുറച്ച് അനുഭവങ്ങൾ പറയാനായിട്ട്. ഇനി ടെസി ബാബു പറയട്ടെ കുറച്ച് കാര്യം. പിന്നെ സിസ്റ്ററെ, ഞങ്ങളുടെ മാതൃവേദിയുടെ വളരെ ശക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ വളരെ ഒത്തൊരുമയോടെ എല്ലാത്തിനും ഡേവിസ് അച്ഛൻ പറയുന്ന പല കാര്യങ്ങളും മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് വളരെ നന്നായി ചെയ്യുവാനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയാനുണ്ട്. എൻ്റെ ചേട്ടൻ വളരെ പനി പിടിച്ച 1 മാസത്തോളം ഹോസ്പിറ്റലിലെല്ലാമായിരുന്നു. അത് വളരെ ആൾക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. ആ സമയത്ത് ഈ ഇടവ കൂട്ടായ്മ ഒന്നായി ചേർന്ന് ഡേവിസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒന്നായി ചേർന്ന് പ്രാർത്ഥിക്കുകയും ശക്തമായി ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു. ഏത് പാതിരയായാലും കുർബാനയ്ക്ക് കൊണ്ടുവന്ന് തരും വീട്ടിൽ. ഇടവകയ്ക്ക് വേണ്ടി സ്ഥലം അന്വേഷിച്ച് നടക്കണ ഒരു സന്ദർഭമായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് ആള് വളരെ തിരക്കുള്ള സമയമായിരുന്നു. പതിയെ ബാബുചേട്ടന് പള്ളിയിൽ പോകണം എന്നുള്ള ആഗ്രഹം കൂടുതലായതുകൊണ്ട് ആള് എല്ലാവരും താങ്ങി പള്ളിയിൽ കൊണ്ടുപോവുകയും കുർബാന അവിടെ പോയി സ്വീകരിക്കാനും ഒത്തിരി അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെയാണ് മാതൃവേദി ഡേ വന്നത്. ആ ദിവസം എനിക്ക് മാതാവിൻ്റെ തിരുസ്വരൂപം പ്രദക്ഷിണമായിട്ട് പോകുവാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും മാതാവിനോട് മാതാവേ എന്നെ കാത്തോളണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ബാബുചേട്ടൻ പതിയെ പള്ളിയിൽ വരാനും പഴയ രീതിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പം ചേച്ചിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത? അതെ. എനിക്ക് ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത്
എനിക്ക് ഈ ഡേവിസ് അച്ഛനും ഈ അത് കൊച്ചച്ഛന്മാരും ഈ ഇടവക ജനവും ഇവിടുത്തെ സിസ്റ്റേഴ്സും ഇവിടെ കടന്നു വന്നിട്ടുള്ള ഓരോ അച്ഛന്മാരും ഞങ്ങൾക്ക് പ്രാർത്ഥനയും സപ്പോർട്ടുമായി ഒത്തിരി ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഒത്തിരി നന്ദിയുണ്ട് അവർക്ക് എല്ലാവർക്കും. ഈ പള്ളിയുടെ കൂട്ടായ്മയുടെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനിത് കരുതുന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് ചേച്ചി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് പറയട്ടെ. സിസ്റ്റർ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെൻറ്റ് മേരീസ് ബസവനഗർ പള്ളിയിൽ ഏറ്റവും ഒരു യുണീക്ക് ഫീച്ചറായിട്ട് ഉള്ളത് ഇവിടെ ഒരു കൊളംബേറിയം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്ഥലമുണ്ട് പള്ളിയുടെ അഡ്ജസൻ്റ് ആയിട്ട്. ഈ കൊളംബേറിയം എന്ന് വെച്ച് കൊളംബേറിയം എന്ന് പറഞ്ഞിട്ട് കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ നമ്മുടെ വേണ്ടപ്പെട്ട മരിച്ചുപോയ അവരെ ക്രിമേഷനാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ചിതാഭസ്മം സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ കൊളംബേറിയം. ബസറോമ. കൊളംബേറിയത്തിന്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ചെറിയ അറകളുണ്ട്, 402 അറകളുണ്ട്. മരിച്ചുപോയവരുടെ ചിതാഭസ്മം കൊണ്ടുവന്ന് അതിൽ വെക്കും. ഈ ആശയം വന്നത് ഡേവിസ് അച്ഛൻ കോവിഡിന്റെ സമയത്ത് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഇടവകക്കാർക്ക്. എല്ലാ മൺഡേ ടു സാറ്റർഡേ മോർണിംഗ് മാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസുറമയിൽ അതായത് നമുക്ക് പ്രാർത്ഥനയും ഒപ്പീസും നടക്കും. അപ്പോൾ നമുക്ക് ഈ ബാംഗ്ലൂർ സിറ്റിയിൽ കുറേ ദൂരം പോകണം, സിമിട്രിയിലൊക്കെ പോകണമെങ്കിൽ ട്രാഫിക്കിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് എല്ലാവർക്കും എപ്പോഴും പോകാനുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഇവിടെയുള്ള കാരണം എല്ലാവർക്കും വന്ന് അവരവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്. പിന്നെ നവംബർ 2 ഓൾ സോൾസ് ഡേ അന്ന് സ്മരണാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് നമ്മുടെ ഈ പള്ളിയിലത്തെ. നമ്മുടെ എല്ലാ പൂർവികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് അന്നേ ദിവസം നമുക്ക് ഈ ഇടവകക്കാർക്കും പുറത്തുള്ളവർക്കും എല്ലാവർക്കും അവരവരുടെ ഡിപ്പാർട്ടഡ് സോൾസിനെ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് ഓരോരോ തിരി കത്തിക്കാനുള്ള ഒരു ഫെസിലിറ്റി കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് ബസ്റോമ ഉള്ളത്. അതുള്ളത് കാരണം നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുവാനും പൂർവീകരെ ഓർക്കുവാനും സാധിക്കുന്നുണ്ട്. അതെ സിസ്റ്ററെ, ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പങ്കുവെച്ചു. ഏകദേശം കുറച്ചൊക്കെ പങ്കുവെച്ചു. ഒരുപാട് പറയാനുണ്ട്, അതിനൊന്നും ഈ സമയമൊന്നും തികയാതെ വരും. അതുപോലെ തന്നെ നമ്മളുടെ പള്ളിയുടെ നെടുന്തൂണായി നിന്ന ഡേവിസ് അച്ഛനും ഇവിടുത്തെ കൊച്ചച്ഛന്മാരും സിസ്റ്റേഴ്സും ഇടവക ജനങ്ങളും എല്ലാവരുടെയും ഒത്തൊരുമയുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. അതിന് നന്ദി സൂചകമായി നമുക്കൊരു പാട്ട് പാടിയാലോ സിസ്റ്ററെ? നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. താങ്ക് യു.